നമസ്കാരം. ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്ത് ഭഗവാന്റെ കഥകളൊക്കെ പറഞ്ഞ് ഒരു ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു. ഒരിക്കൽ അദ്ദേഹം ഒരു ഗൃഹത്തിൽ ഭാഗവത പാരായണം നടത്തുമ്പോൾ ഒരു കള്ളൻ ആ വീട്ടിൽ കടന്നു. തട്ടിമ്പുറത്ത് ഒളിച്ചിരിക്കുകയാണ് കള്ളൻ. അയാൾ ഇരിക്കുന്നതിന് തൊട്ട് താഴെ ഭാഗവത പാരായണം നടക്കുകയാണ്. അങ്ങനെ കള്ളൻ അത് കേൾക്കാൻ നിർബന്ധിതനായി. ഉണ്ണിക്കണ്ണനെ വർണ്ണിക്കുന്ന ഭാഗം വന്നു. അപ്പോൾ കണ്ണൻ അണിഞ്ഞിട്ടുള്ള ആഭരണങ്ങളൊക്കെ ഇങ്ങനെ നന്നായി വർണ്ണിക്കുന്നുണ്ടല്ലോ ഭാഗവതത്തിൽ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വർണ്ണിച്ച് കേൾപ്പിക്കുകയാണ് ഈ കഥ പറയുന്ന ബ്രാഹ്മണൻ. അപ്പോൾ കാലികളെ മേയ്ക്കാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് യശോദ ഉണ്ണിയെ വിലയേറിയ ആഭരണങ്ങൾ അണിയിക്കും. ഇത് കേട്ടപ്പോൾ കള്ളൻ്റെ ചിന്ത ആ ബാലനെ തട്ടിക്കൊണ്ടു പോയിട്ട് കൊല്ല്. എന്തായാലും ആ ബാലനെ തട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ആഭരണങ്ങളൊക്കെ കൈക്കലാക്കാമല്ലോ, ഒരു കള്ളൻ്റെ ചിന്താഗതി. അപ്പോൾ ചെറിയ മോഷണങ്ങൾ നടത്താൻ കഷ്ടപ്പെടുന്നത് അങ്ങനെ ഒഴിവാക്കാം എന്നായിരുന്നു ആ കള്ളൻ അവിടെ ഇരുന്ന് ചിന്തിച്ചത്. അപ്പോൾ പാരായണമൊക്കെ കഴിഞ്ഞ് ബ്രാഹ്മണൻ യാത്രയായി. കള്ളൻ രഹസ്യമായിട്ട് അദ്ദേഹത്തെ പിന്തുടർന്നു. വിജനായിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് അയാൾ ബ്രാഹ്മണനെ തടഞ്ഞു നിർത്തി ചോദിക്കുകയാണ്, നിങ്ങൾ യശോദ എന്ന സ്ത്രീയുടെ മകൻ കൃഷ്ണൻ എന്ന ബാലൻ്റെ കാര്യം പറഞ്ഞുവല്ലോ ആ വീട്ടിൽ വെച്ചിട്ട്, ആ പയ്യനെ എവിടെയാണ് കാണാൻ കിട്ടുക? അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, വൃന്ദാവനത്തിൽ യമുനാതീരത്തെ പച്ച പുൽപ്പരപ്പിൽ 2 കുട്ടികൾ രാവിലെ വരും. ഒരാൾ കാർമേഘ നിറമുള്ളവനാണ്, കയ്യിൽ ഓടക്കുഴലുണ്ടാവും, അതാണ് കൃഷ്ണൻ. അപ്പോൾ കള്ളൻ ഇത് വിശ്വസിച്ചു ഉടനെ തന്നെ വൃന്ദാവനത്തിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ രാത്രി അവിടെ എത്തി ഒരു മരത്തിൽ കയറി ഒളിച്ചിരുന്നു. അപ്പോൾ കണ്ണൻ്റെ കാലടികൾ പതിഞ്ഞ ആ പുണ്യഭൂമിയിലെ പുലർ വെളിച്ചം പരന്നു, വെളിച്ചമായി. അപ്പോൾ കണ്ണൻ്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞു എന്നുള്ളത് ഈ കള്ളൻ മനസ്സിലാക്കണില്ല. അപ്പോൾ അപ്പോഴും അവിടെ ഉണ്ണികൃഷ്ണനുണ്ട് എന്നുള്ള ദൃഢവിശ്വാസത്തിലിരിക്കുകയാണ്. അപ്പോൾ ഹൃദ്യമായിട്ടുള്ള മുരളീനാദം കാറ്റിലിങ്ങനെ അലിഞ്ഞെത്തി. അതടുത്ത് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അതാ 2 ബാലന്മാർ. കള്ളൻ മരത്തിൽ നിന്നും ഇറങ്ങി അവരുടെ സമീപം ചെന്നു. ആ ദിവ്യരൂപം, ആ പ്രേമാവതാരത്തിൻ്റെ മനോഹരമായിട്ടുള്ള രൂപം കണ്ട മാത്രയിലേ അയാൾ മതിമറന്നു. കൈകൾ കൂപ്പി ആനന്ദാശ്രുക്കൾ ഇങ്ങനെ ഒഴുകുകയാണ്. ജന്മജന്മാന്തരങ്ങളിൽ എത്രയോ പേർക്ക് ലഭിക്കാത്ത പുണ്യാണ് അല്ലേ? അപ്പോൾ അയാൾക്ക് ആ കള്ളനെ മനപരിവർത്തനം ഉണ്ടായി. മനസ്സ് മാറി, സ്വയം മറന്നു. അയാൾ ചിന്തിച്ചു, ഈ കുഞ്ഞുങ്ങളുടെ അമ്മ എത്ര ബുദ്ധിശൂന്യയാണ്. ആരെങ്കിലും ഇത്രയും ആഭരണങ്ങൾ അണിയിച്ച് കുഞ്ഞുങ്ങളെ തനിയെ വീടിന് പുറത്തേക്ക് അയക്കുമോ? കള്ളൻ വീണ്ടും വീണ്ടും ബാലനെ സൂക്ഷിച്ചു നോക്കുകയാണ്. അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞതുപോലെയുള്ള ഒരു ആഭരണം കണ്ണൻ്റെ കഴുത്തിൽ കണ്ടില്ല. അപ്പോൾ അതുകൂടി കൃഷ്ണനെ അണിയിച്ച് കാണാൻ അയാൾ ആഗ്രഹിച്ചു. പെട്ടെന്ന് ഉച്ചസൂര്യനെ മറയ്ക്കുന്ന കാർമേഘങ്ങൾ പോലെ ചീത്ത ചിന്തകൾ അയാളുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. നിൽക്കൂ എന്ന് ആക്രോശിച്ച് ആ കള്ളൻ കണ്ണൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു. ആ ദിവ്യ സ്പർശന ആ മാത്രയിൽ തന്നെ അയാളുടെ പൂർവ്വകർമ്മങ്ങളൊക്കെ അവസാനിച്ചു. അയാൾക്ക് മോക്ഷപ്രാപ്തിയായി. വളരെ സ്നേഹപൂർവ്വം അയാൾ ചോദിക്കുകയാണ് കുട്ടിയോട്, അങ്ങ് ആരാണ്? അപ്പോൾ നിങ്ങൾ വന്ന ഉദ്ദേശം മറന്നുവോ? ഇതാ എൻ്റെ ആഭരണങ്ങളെല്ലാം എടുത്തുകൊള്ളൂ, കൃഷ്ണൻ വളരെ മധുരമായിട്ട് പറഞ്ഞു. അപ്പോൾ കള്ളനാകെ ആശയക്കുഴപ്പമായി. ഇതെല്ലാം എനിക്ക് തന്നാൽ കുഞ്ഞിനെ അമ്മ വഴക്കു പറയില്ലേ? കള്ളൻ ചോദിച്ചു. അപ്പോൾ കണ്ണൻ പുഞ്ചിരിയോടെ അരുളി ചെയ്തു, അതേപ്പറ്റി വിഷമിക്കേണ്ട, എനിക്കിത് വേണ്ടുവോളം ഉണ്ട്. പിന്നെ ഞാൻ നിന്നേക്കാൾ വലിയ കള്ളനാ. പക്ഷേ ഞാൻ എന്തൊക്കെ മോഷ്ടിച്ചാലും ഉടമസ്ഥർക്ക് പരാതിയില്ല. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അവരെന്നെ ചിത്തചോരൻ എന്ന് വിളിക്കും. നിനക്കറിയാത്ത വളരെ വിലപിടിപ്പുള്ള ഒരു ആഭരണം നിൻ്റെ കയ്യിലുണ്ട്, നിൻ്റെ ചിത്തം. ഞാനിപ്പോൾ അത് എടുക്കുകയാണ്. അത് എന്നിൽ നിന്ന് നീയും എടുക്കുക. അങ്ങനെ ആഭരണങ്ങളെല്ലാം കൊടുത്ത് കുട്ടികളും അറിഞ്ഞു. കള്ളൻ ആകെ അത്ഭുത പരതന്ത്രനായി. അയാൾ കൈ നിറയെ ആഭരണങ്ങളുമായിട്ട് ബ്രാഹ്മണൻ്റെ അടുത്ത് തിരിച്ചു ചെന്നു.
കള്ളൻ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ബ്രാഹ്മണൻ ആകെ വിസ്മയിച്ചു പോയി. മാറാപ്പിലാണെങ്കിൽ നിറയെ ആഭരണങ്ങളും. അപ്പോൾ അതുകൊണ്ട് കള്ളം പറയല്ല എന്ന് മനസ്സിലായി. താൻ പറഞ്ഞതുപോലെ തന്നെയുള്ള ആഭരണങ്ങളാണ് ആ ഭാണ്ഡം നിറച്ചും. ആനന്ദം കൊണ്ട് ആ ബ്രാഹ്മണന് വീർപ്പ് മുട്ടി. അപ്പോൾ ആ ബ്രാഹ്മണൻ കള്ളനോട് പറയാണ്, ആ കണ്ണനെ കണ്ട സ്ഥലത്ത് ഒന്ന് എന്നെ കൊണ്ടുപോകുമോ, അപേക്ഷിക്കുകയാണ് കള്ളനോട്. അങ്ങനെ രണ്ടുപേരും വീണ്ടും വൃന്ദാവനത്തിലെത്തി കാത്തിരുന്നു. പെട്ടെന്ന് കള്ളൻ വിളിച്ചു പറഞ്ഞു, അതാ നോക്കൂ, അവർ വരുന്നുണ്ട്. പക്ഷെ ബ്രാഹ്മണന് നോക്കിയിട്ട് എത്രയായിട്ടും ആ ദർശനം ലഭിച്ചില്ല. അദ്ദേഹത്തിന് വലിയ മനക്ലേശവും പശ്ചാത്താപവും ഒക്കെ ഉണ്ടായി. അദ്ദേഹം പറഞ്ഞു, കൃഷ്ണ, അവിടുന്ന് ഒരു കള്ളന് ദർശനം നൽകി. എന്തുകൊണ്ട് ഇത്രയും ഭാഗവത പാരായണമൊക്കെ നടത്തുന്ന, അങ്ങയുടെ നാമം ജപിക്കുന്ന എനിക്ക് തരുന്നില്ല ദർശനം? എനിക്ക് ദർശനം തന്നില്ലെങ്കിൽ ഞാനിപ്പോൾ ഈ ജീവിതം അവസാനിപ്പിക്കും. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ മധുരമയമായിട്ടുള്ള ശബ്ദം മുഴങ്ങി കേൾക്കുകയാണ്. എന്താ പറയണത്? നിങ്ങൾ ഒരു കഥ പോലെ ഭാഗവതം വായിക്കുന്നു, പക്ഷേ കള്ളനോ, അവൻ അതെല്ലാം സത്യമെന്ന് ഉറച്ച് വിശ്വസിച്ചു. ആ വിശ്വാസത്തിൽ പ്രവർത്തിച്ചു. എന്നിൽ വിശ്വസിച്ച് പൂർണ്ണമായി സ്വയം സമർപ്പിക്കുന്നവന് ഞാൻ ദർശനം നൽകുന്നു, അവനെ ഞാൻ അനുഗ്രഹിക്കുന്നു. ആ ബ്രാഹ്മണനെ പോലെ പലരും ഭാഗവതവും ഭഗവത്ഗീതയും രാമായണവും ഒക്കെ പ്രഭാഷണം നടത്തുന്നുണ്ടല്ലേ. അപ്പോൾ സപ്താഹയജ്ഞങ്ങളൊക്കെ വളരെയധികം സംഘടിപ്പിക്കപ്പെടുന്നൊരു കാലഘട്ടമാണ്. എന്നാൽ അതിൽ പറയുന്ന സദ്വിഷയങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് സംശയം. കാപട്യം പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിട്ടൊഴിയുന്നില്ല. ഒന്ന് പറയുന്നു, മറ്റൊന്ന് പ്രവർത്തിക്കുന്നു. അപ്പോൾ അവർക്ക് ഭഗവത് അനുഗ്രഹം കിട്ടാൻ പല പല ജന്മങ്ങൾ ഇനിയും വേണ്ടി വരും അല്ലേ. അതാരായാലും, ഈ പറയുന്ന ഞാനായാലും. അപ്പോൾ അങ്ങനൊരു കഥ മനസ്സിൽ ഓർമ്മ വന്നപ്പോൾ പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.